എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: 1 കിലോ അരിപ്പൊടി മൂക്ക വറുത്ത് വെച്ചിരിക്കുന്നത്, 1 തേങ്ങയുടെ പീര ചിരകി വെച്ചിരിക്കുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ: 1 കിലോ അരിപ്പൊടി മൂക്ക വറുത്തത്, 1 തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത്, 1 ഉണ്ട ശർക്കര, ഏലക്ക പൊടിച്ചത്. ഏലക്ക പൊടിയുന്നതിന് വേണ്ടി പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണ്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് കുഴക്കട്ടക്കുള്ള മാവ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഈ ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം ഞാനൊരു സോസ് പാനിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അടുപ്പൊന്ന് കത്തിച്ച് ഒന്ന് തിളക്കട്ടെ. അടുപ്പൊന്ന് കത്തിച്ചിട്ട് നമുക്ക് മാവ് കുഴയ്ക്കാനുള്ള വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കാൻ വെക്കാം. ഈ ശർക്കര ഉരുക്കാൻ നേരത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ശകലം വെള്ളം വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആവരുത്. ഇത് നല്ലോണം ഒന്ന് ഉരുകട്ടെ. ശർക്കര പാവ് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശർക്കര മൊത്തം ഉരുകിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇടാം. അതിനോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയും കൂടെ ഇടാം. തേങ്ങാപ്പീരയും ശർക്കരയും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വയ്ക്കാം. വെള്ളം ഏകദേശം തിളച്ച് കഴിഞ്ഞു. മാവ് കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് മതി. വെള്ളം തിളച്ചിട്ടുണ്ട്. ചൂടായ തിളച്ച വെള്ളം നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഒരു തവി കൊണ്ട് നല്ലവണ്ണം ഈ മാവ് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉരുളകളാക്കി നമുക്ക് കുഴക്കട്ടയ്ക്ക് വേണ്ടി പിടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കുഴക്കട്ടയ്ക്ക് ഉണ്ട പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഇഡലി ചെമ്പ് അടുപ്പേ വെച്ച് വെള്ളം തിളപ്പിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കുഴക്കട്ട പിടിക്കാം. ഇത് കുഴക്കട്ടയ്ക്ക് ഉണ്ട പിടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് മാവ് ഇങ്ങനെ എടുത്തതിന് ശേഷം
നമ്മൾ ചപ്പാത്തി ഉണ്ട പിടിക്കുന്ന പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തണം. പരത്തി നമ്മളിതൊരു ഏകദേശം ഒരു ചട്ടി പോലെ ആക്കണം. അതിനുശേഷം ഒരു സ്പൂൺ നമ്മളിതിൽ തേങ്ങയും ശർക്കരയും ഏലക്കയും എല്ലാം ഇട്ട് വെച്ചേക്കുന്ന ആ മിശ്രിതം ഇതിനകത്തോട്ട് വെച്ചതിന് ശേഷം നമ്മളിതിങ്ങനെ ചേർത്ത് കൈ ഒട്ടുവാണെങ്കിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ട് ഈ ഉട്ടകളെല്ലാം നല്ലോണം ഫില്ലാവണം, അല്ലെങ്കിൽ ഇത് നമ്മൾ പുഴുങ്ങുമ്പോൾ പൊട്ടി ഇതിനകത്തിരിക്കുന്ന ശർക്കരയൊക്കെ വെളിയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്നിട്ട് നമ്മളിതിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ അങ്ങോട്ട് വെക്കുന്നു. അടുത്തത് ഇതുപോലെ കുറച്ച് വീണ്ടും നമ്മൾ ഒരു ചട്ടിയുടെ ഷേപ്പിൽ ആക്കിയെടുക്കുന്നു. അതിനുശേഷം ഒരു സ്പൂൺ അങ്ങനെ വലുതോ ചെറുതോ ഒക്കെ ആയിട്ട് പിടിക്കാം. നമുക്ക് ഏതാണ് ഇഷ്ടമുള്ള വലിപ്പമെന്ന് വെച്ചാൽ, എളുപ്പം തീരണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് പിടിക്കുക. അപ്പോൾ ഞാനിപ്പം 2 തരത്തിലുള്ള പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാം. നമ്മൾ കുഴക്കട്ടയെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് അതിനകത്തോട്ട് പറക്കി വെക്കാം. പിന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടപ്പ് അടച്ചിട്ട് ഇത് പുഴുങ്ങിയെടുക്കാം. നമുക്കിനി ഇതൊരു 30 മിനിറ്റ് ഇത് കുഴക്കട്ട വേവിച്ചെടുക്കാം. നമുക്കിത് എന്താണെന്ന് നോക്കാം. കുഴക്കട്ടയെല്ലാം വെന്തിട്ടുണ്ട്. ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത് ചൂട് ആറിയതിന് ശേഷമേ ഇത് ഒട്ടാതെ എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളുണ്ടാക്കിയ കുഴക്കട്ട തയ്യാറായിട്ടുണ്ട്. നല്ലോണം വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ലോണം വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല മധുരമുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു
ഐറ്റമാണ് കുഴക്കട്ട. ഓക്കെ, താങ്ക് യു. ഈ കുഴക്കട്ടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നന്ദി.